ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ ലേഖനഭാഗത്തിലെ വിശുദ്ധ പൗലോസിലെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ ഗലാത്യക്കാർക്ക് ഒരു കുഞ്ഞൊരു താക്കീത് പോലെയാണ് പൗലോസിലെ അവരോട് സംസാരിക്കുന്നത്. എന്നിട്ട് പൗലോസിലെ പറയുകയാണ്, യഥാർത്ഥത്തിൽ മറ്റൊരു സുവിശേഷം ഇല്ല അല്ലെ, ഞങ്ങള് നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം മാത്രമേ ഉള്ളൂ, ഇനി വേറൊരു സുവിശേഷം ഒന്നും ഇല്ല. കുറെ പേര് നിങ്ങൾ വഴി തെറ്റിക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. പൗലോസിലെ മനോഹരമായിട്ടുള്ളൊരു വചനം പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സുവിശേഷം വേറെ ആരെങ്കിലും ഇനി അഥവാ സ്വർഗത്തിൽ നിന്നൊരു മാലാക വന്നിട്ട് നിങ്ങളുടെ അടുത്ത് അത്തരത്തിലുള്ള ഒരു സുവിശേഷം പ്രസംഗിച്ചാൽ അദ്ദേഹം പോലും ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുകയാണ്. അതായത് ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടി പൗലോസിലെ കൊടുക്കുകയാണ്. വേറൊരു സുവിശേഷം ഇല്ല. അതായത് ലോകത്തിലാകെ ഈശോയുടെ പേരിൽ മാത്രമേ, ഈശോയുടെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള കാര്യം പൗലോസിലെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. പൗലോസിലെ പറയുകയാണ്, ഇതിനെതിരായിട്ട് ആരെങ്കിലും സ്വർഗത്തിലെ ദൂതൻ പോലും പ്രസംഗിച്ചാൽ പോലും അവൻ പോലും ശപിക്കപ്പെടട്ടെ എന്ന് പറയുകയാണ്. എന്തുമാത്രം കോൺഫിഡൻസ് ആണ് ഈ പൗലോസിലേക്കുള്ളതെന്ന്. അതായത് ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷമാണ് ദി ഗോസ്പൽ എന്ന് പറയുകയാണ്. അത്രയും ഉറപ്പാണ്. നമ്മൾ ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ സുവിശേഷം വിശ്വസിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തരത്തിലുള്ള ഒരു സുവിശേഷം കേൾക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകി, ആ സുവിശേഷം പഠിക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകി. ഇനി ആ സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കാനും ഈശോ വഴി രക്ഷ പ്രാപിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്